എങ്ങനെയായിരിക്കും ജപ്പാനിൽ എർത്ത് കേക്ക് ഉണ്ടാവുക? ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്നും തൊട്ടടുത്തുള്ള ബോസായ് സെന്ററിലേക്ക് ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. ബോസായ് സെന്റർ എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ പ്രിവെൻഷൻ സെന്റർ. ജപ്പാനിൽ ഡിസാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കാരണം ഇങ്ങനത്തെ സെന്റേഴ്സ് ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡിസാസ്റ്റേഴ്സിനെ പറ്റി പഠിക്കാനാണ്. ഇവിടെ നമുക്ക് മുമ്പ് സുനാമി ഉണ്ടായ സമയത്ത് എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ റൂമിൽ ചെയ്യേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസിനെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. സപ്പോസ് നമ്മളെ റൂമിൽ പെട്ടെന്നൊരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാന്നുള്ളതും കൂടി ആ VR നമുക്ക് കാണിച്ചു തന്നിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ എമർജൻസി എക്സിറ്റ് എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നു. ജപ്പാനിലുണ്ടായ എർത്ത് വേക്കിൽ ഹയസ്റ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 9 മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ. അങ്ങനെ അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ അകത്താരോ ഹെലികോപ്റ്റർ ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിലൊന്ന് കയറി നോക്കണല്ലോ. അങ്ങനെ അതിലും കയറി. അങ്ങനെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.